ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ സഹോദരി സഹോദരരെ, നമ്മൾ അടുത്ത ആഴ്ച തൊട്ടേ നമ്മുടെ വലിയ ആഴ്ചയിലേക്ക് കടക്കണം അല്ലേ? അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ എൻ്റെ ഫേസ്ബുക്ക് വീഡിയോ വിഭൂതി തിങ്കളാഴ്ചയെ സംബന്ധിച്ചാണ്. എന്താണ് വിഭൂതി തിങ്കൾ എന്ന് സീറോ മലബാർ സഭ ലോകമാകെ വിഭൂതി തിങ്കൾ ആചരിച്ചത് എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ഒരു കൂട്ടർ വിഭൂതി ബുധനാണ് എന്നും പറഞ്ഞ് എറണാകുളത്തെ ചില അച്ഛന്മാരും വിമതരും വിഭൂതി ബുധനാചരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസത്തെ സംബന്ധിച്ച് 40 ദിനരാത്രങ്ങളെ സംബന്ധിച്ചും വളരെ ഒരു 11 മിനിറ്റോടത്തോളം എന്താണ് വിഭൂതി തിങ്കൾ, എന്താണ് വിഭൂതി എന്നതിൻ്റെ അർത്ഥം, എന്താണ് 40 പ്രത്യേകത, 40 സംവത്സരത്തിൻ്റെ പ്രത്യേകത, 40 ദിനരാത്രങ്ങളുടെ പ്രത്യേകത, 40 പ്രത്യേകത എന്താണെന്ന് കഴിഞ്ഞ എൻ്റെ വീഡിയോയിലുണ്ട്. അത് തന്നെയാണ് ഇന്ന് നമ്മുടെ സീറോ മലബാർ സഭയിലെ എല്ലാ പള്ളികളിലും ഞാനും ഇന്ന് എൻ്റെ അൾത്താരയിൽ നിന്ന് വായിച്ച വിശുദ്ധ ബൈബിൾ ഭാഗം 40 സംവത്സരത്തെ പറ്റിയും 40 ദിനത്തെ നോമ്പിനെ സംബന്ധിച്ച്. അപ്പോൾ അതേപ്പറ്റിയൊക്കെ വിശദമായിട്ട് ഞാൻ മുൻപ് പറഞ്ഞതുകൊണ്ട് ഇനി അതിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മൾ മഹത്തായൊരു ആഴ്ചയിലേക്ക് കിടക്കണം അല്ലേ? എൻ്റെ ആ ആഴ്ചയിലേക്ക് കിടക്കുമ്പോഴേ ഞങ്ങൾ യഥാർത്ഥ വിശ്വാസികൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുക, ഞങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുക. ഞങ്ങളുടെ ത്യാഗങ്ങൾ നിസ്സാരമല്ല, വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ മാമോദിസ മുങ്ങിയ സഭയെ സംരക്ഷിക്കുവാൻ, അതിനൊരു പോറലേൽക്കുവാൻ വേണ്ടി പോറലേക്കാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ തുനിയുന്നത്. വേറെ ഒരാഗ്രഹവുമില്ല. ആരും എത്രാനും ആക്കേണ്ട, ആരുടെയും സമ്പത്തും ഞങ്ങൾക്ക് വേണ്ട. സമ്പത്തൊക്കെ വിമതർ കൊണ്ടുപോകട്ടെ. എല്ലാ സ്ഥാപനങ്ങളും ഇപ്പോൾ അവരുടെ ഇല്ല. വരുമാനം ഇഷ്ടം പോലെ ഉണ്ട്, കട്ട് തീറ്റുക. എല്ലാവരുടെ പേരും വീണ്ടും വീണ്ടും പറയുന്നില്ല. എല്ലാ അച്ഛന്മാരും കോടാനുകോടി സമ്പാദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അതിൻ്റെ ഒന്നും സമ്പാദ്യം പോട്ടെ, ഇപ്പം ചില അച്ഛന്മാരുടെ രീതികൾ കണ്ടില്ലേ? ഒരു ജോസഫ് പൊടിയനച്ഛൻ കണ്ടാവും കോടതി ചെന്ന് നിരവധി തവണ മാപ്പ് പറഞ്ഞിട്ടും അദ്ദേഹം ജയിലിലേക്കുക. ഇപ്പോൾ ഇവിടെ മൂക്കന്നൂർ അച്ഛൻ കഴിഞ്ഞ ദിവസം 10-30 ദിവസം കൂടെ ഉണ്ട് ഇനി ദുഃഖവെള്ളിയാഴ്ചയ്ക്ക്. ഒരു കൊച്ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന്, ഒരു കള്ളുടിയൻ്റെ വീട്ടിൽ ചെന്ന് വെച്ചും ആൾത്താരെ ബോയിയുടെ വിളിച്ച് കാര്യങ്ങൾ പറയാനായിട്ട് രാത്രി പാതിരാത്രി 5-6 ദിവസം കിടന്ന് പുള്ളി കഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ അവിടെ കുറച്ച് ആൾക്കാരെ പിള്ളേരും അവിടെയുള്ള ആൾക്കാർ കൂട്ടുകാരന്മാരൊക്കെ കൂടി പിടിച്ചതിന് അതും കൽദായരെ ആക്ഷേപിക്കുകയാണ്. അതിന് ഞങ്ങളെന്ത് കഴിച്ചു? അവർ തമ്മിലുള്ള പ്രശ്നം. അച്ഛന്മാർ ഇപ്പം ഈ വിമത അച്ഛന്മാരൊന്നും പഠിച്ചിട്ട് വന്നവരല്ലാന്ന് ഞങ്ങൾക്കറിയാം. അവർ ഈ പുറമ്പോക്കിൽ പട്ടവും കിട്ടി, അന്ന് ആ പട്ടം കിട്ടിയെന്ന് പാത്രം എറിയലൊക്കെ ആയിട്ട് വന്ന അച്ഛന്മാർക്കൊക്കെ ഇത്രയൊക്കെ സംഭവിക്കുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളിപ്പോൾ അതിലൊന്നും ചിന്തിക്കുന്നില്ല. ഞങ്ങളാ കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടാൽ പാമ്പ്ളാനി പിതാവ് അടക്കം ചിലപ്പോൾ തൂങ്ങേണ്ടി വരും. കാരണം ഇപ്പം ഈ ആ മൂക്കിൻ്റെ അടുത്ത് കൊച്ചച്ഛൻ എവിടെയാ ആർക്കും അറിയില്ല. എവിടെയോ കൊണ്ടുപോയി പാമ്പ്ളാനി പിതാവ് സംരക്ഷിച്ചേക്കാണ്. ഒരുപാട് റോബിനച്ഛന്മാരും ഒരുപാട് ഈ അച്ഛന്മാരൊക്കെ ഈ പെണ്ണുപിടുത്തത്തിൻ്റെ പിന്നാലെ തന്നെ. എന്തിനാ ഈ പാതിരാത്രി പള്ളി കിടന്നുറങ്ങണ്ടേനോ? വികാരിച്ചും പറഞ്ഞിട്ട് പോലും പല കൊച്ചച്ഛന്മാർ കേൾക്കണില്ല. പള്ളി കിടന്നുറങ്ങണ്ടേ? രാത്രി എന്തിനാ ഈ പിള്ളേരെയൊക്കെ ജിമ്മിൽ കൊണ്ടുപോവുകയും അത് കഴിഞ്ഞ് ദുഃഖവെള്ളിയാഴ്ചത്തെ കാര്യം പറയാൻ വേണ്ടി 10 ദിവസം കൂടി ഇനിയും തന്നാലും പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശരിയാവില്ല. ഞങ്ങൾ പേരും വിശദവരൊക്കെ ഞങ്ങൾക്കറിയാം. ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പുതുപ്പാറ സാറ് പറഞ്ഞപ്പോഴേ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടുണ്ട്. കൃത്യമായ എവിഡൻസോടുകൂടി ഞങ്ങൾക്കൊരു കാര്യം പറയുള്ളൂ. ഞങ്ങൾ പിന്നെ അതൊക്കെ നിങ്ങളെപ്പോലെ വിളിച്ച് വാരി പറഞ്ഞാൽ സഭയ്ക്ക് തന്നെ ദോഷമുണ്ടെന്ന് ഞങ്ങൾ വളരെ രഹസ്യമാക്കി വെച്ചേക്കാം രേഖയൊക്കെ. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരെയൊന്നും ആക്ഷേപിക്കലല്ല ഞങ്ങളുടെ പണി. പക്ഷെ ഞങ്ങളുടെ പുറത്ത് കയറില്ല. ഒരു തനിനാടൻ ജോസില്ല, ബഹുഭാര്യത്വമുള്ളവർ ഈ നമ്മുടെ തൊട്ടടുത്ത് ഈ കൊറ്റമത്തിലുള്ളവനെ
ഒരു 5-6 ഭാര്യമാരെ കൊണ്ട് നടക്കണ ഒരുത്തൻ, അവനിപ്പോൾ വീടുമില്ല കിടപ്പാടുമില്ല, അന്ന് വണ്ടിയിലാണ് ഇപ്പോൾ 3ാമത്തെ ഭാര്യനെ കൊണ്ട് നടക്കുന്നത്. അവനാണ് ആക്ഷേപിച്ച് ആ അച്ഛനൊക്കെ ഒരു കുഴപ്പമില്ല, നല്ല അച്ഛനാണെന്നൊക്കെ പറഞ്ഞു. അവനൊക്കെ ഒരുപാട് ആക്ഷേപിച്ച് ഇതൊക്കെ ഞങ്ങളുടെ പുറത്തേക്ക് വരും. എവിടെ വെളിച്ചപ്പാടുമില്ല, കോഴിക്ക് കിടക്ക് പുറത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഞങ്ങളാ കാര്യങ്ങളിലൊന്നും ഇടപെടണില്ലാന്ന്. അതിപ്പോൾ അച്ഛന്മാരെ നന്നാക്കണമെങ്കിൽ ഇപ്പോൾ പാമ്പളാനി പിതാവ് വിചാരിച്ച വേണേൽ നന്നാക്കാം. പക്ഷെ ഒരു നടപടി എടുക്കാൻ കഴിയുന്നില്ലല്ലോ. ആ പ്രശ്നം ആ പൊടിയനച്ഛനെയൊക്കെ കുറിച്ചോ അല്ലെങ്കിൽ ആ എടശ്ശേരി അച്ഛനെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ പെണ്ണുപിടുത്തൊക്കെ ആയിട്ട് നടക്കുന്ന കുറേ അച്ഛന്മാരെയൊക്കെ ഒരു 3-4 സസ്പെൻഡ് ചെയ്തെങ്കിലും ഈ കട്ടുകൊണ്ടുപോയ കുറേ അച്ഛന്മാരുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് 3-4 മാറ്റി നിർത്തുകയും അതുപോലെ ഈ റോട്ടിൽ കിടന്ന് മുദ്രാക്കിയും വിളിക്കുകയും അരമനയുടെ ഗേറ്റ് തല്ലിപ്പൊളിച്ച് 5-6 ആ പിശാചുക്കളെ എടുത്ത് പുറത്താക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ സഭയ്ക്കൊക്കെ ഇത് കുറച്ച് നന്നായേനെ സഭ. ഇതിപ്പോൾ എവിടെയൊക്കെ പോണേ, നാഥനില്ല കളി വട്ടക്കളി. പാമ്പളാനി പിതാവ് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് പാമ്പളാനി പിതാവിന് പോലും അറിയാൻ പാടില്ല. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ രാഷ്ട്രീയം വേണ്ട, പോട്ടെ, ഞങ്ങൾ ക്ഷമിച്ച് തള്ളാണ്. ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ ഈ നമ്മുടെ സഭയുടെ മഹത്തായ ദിവസങ്ങളിലേക്ക് ഇനി അടുത്ത ആഴ്ച പോകുന്നതേ ഈ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെയും പുനരുദ്ധാരത്തിൻ്റെയും പെസഹ രഹസ്യത്തിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രവേശിക്കുകയാണ്. ഈ പുണ്യകാലത്ത് ഞങ്ങൾക്കും കഴിഞ്ഞ തവണ ചെയ്തതുപോലെ പൊതുവെ എല്ലായിടത്തും ആചരിക്കുമ്പോൾ ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ. ഞങ്ങളതിന് ചെയ്യുന്നത് സെൻറ്റ് തോമസ് മൗണ്ടിലേക്ക് കുരിശിൻ്റെ വഴിയുമായിട്ട് പ്രാർത്ഥനയും ചൊല്ലി ആ ദുഃഖവെള്ളിയാഴ്ച ഞങ്ങളും ആചരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം ഞങ്ങളങ്ങനെയാണ്. ഈ ഘട്ടം ഘട്ടം എന്നൊക്കെ പറഞ്ഞൊരു കണ്ണൂക്കാരൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഘട്ടമില്ല, മലപ്പുറം കത്തി കൊണ്ടോട്ടി മൂസ ഒരു സാധനവും ഇല്ല ഇല്ലേ, വല്ലതും ചെയ്യാൻ കഴിയണം. ഒരു കുർബാന അർപ്പിക്കാൻ കഴിയണ്ട ആ പിതാവിന്. എങ്ങനെ അങ്ങേര് ഏത് തരത്തിലായാലും ഇപ്പം ഞങ്ങളെയൊക്കെ ഒരുപാട് ആക്ഷേപിച്ചുല്ലോ. ഞങ്ങളെ പിതാവ് എന്താ കോടതി പറഞ്ഞ ഞങ്ങളെക്കുറിച്ച്, യഥാർത്ഥ വിശ്വാസികളെക്കുറിച്ച് ഹൂളിഗൻസാണ്, ഞങ്ങൾക്ക് മോശക്കാരാണ്. എന്തൊരു വിവരക്കേടായി പറയണം. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം ആണ് ആ ബസിലിക്കാസ് എല്ലാം പ്രാർത്ഥന യജ്ഞം വിജയിച്ചത്. ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ്. ഞാനൊക്കെ 68 ദിവസം ആ ബസിലിക്ക പള്ളിയിലായിരുന്നു. എൻ്റെ പേരക്കിടാങ്ങളുടെ കൂടെ കിടന്നുറങ്ങേണ്ടതാണ് ഞാൻ എൻ്റെ വീട്ടിൽ. കഷ്ടപ്പാട് സഹിച്ച് എൻ്റെ കയ്യിലെ ബസ് കാശ് മുടക്കി എൻ്റെ കയ്യിലെ ഭക്ഷണം ഞാൻ ഒരു മൺചർച്ച് കുർബാനയുടെ ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ കാശ് മുടക്കിയ ഭക്ഷണം കഴിച്ച് നമ്മുടെ സഭയെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്നത്. പുറകെ ഇടവയിൽ നിന്ന് ആയുണ്ടായ കൂടുതൽ ദിവസം ഉണ്ടായ ഒറ്റ ആൾ ഞാനാ. ബാക്കിയൊക്കെ ബസിലിക്കക്കാരാ, അവർ കുടുംബസമേതം അവരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചതിൻ്റെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കോടതി ഞങ്ങൾക്ക് അനുകൂലമായത്. ഇപ്പം സൂര്യനെ നോക്കി കുരയ്ക്കായി വിമതരെ അഡ്വക്കേറ്റ് ജോയ് ജോർജ് സാറൊക്കെ ഉണ്ടല്ലോ, അഡ്വക്കേറ്റ് ജോയ് വറ്റിക്കൽ സാറ് വളരെ ബഹുമാന്യനായ ഹൈക്കോടതിയിലെ നല്ലൊരു അഡ്വക്കേറ്റ്. വളരെ കൃത്യമായിട്ട് ഞങ്ങളൊന്നും 1 രൂപ ഫീസ് പോലും കൊടുത്തിട്ടല്ല ഈ സഭാമക്കൾക്ക് വേണ്ടി മാമോദിസ മുങ്ങിയ പള്ളിയെ സംരക്ഷിക്കാൻ, ആ തീരുമാനം ലിറ്റർജിയെ സംരക്ഷിക്കാൻ, പൊതു തീരുമാനത്തെ അംഗീകരിക്കാൻ, നിയമങ്ങളെ അനുസരിക്കാൻ അങ്ങേര് പറഞ്ഞോളൂ. അദ്ദേഹത്തെ നോക്കി കുരയ്ക്കുന്ന ഒരു തൃപ്പൂണിത്തക്കാരൻ ഒരുത്തണ്ടല്ലോ, ഒരു പുത്തൻ മാർപ്പാപ്പ. അദ്ദേഹം എന്ത് മനസ്സിലാക്കിയിട്ടാണ് പറയണേ? കോടതിയിൽ ഞങ്ങൾക്ക് എന്തായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നത്? എൻ്റെ പൊന്ന് സുഹൃത്തെ ഷൈജുവാനാണ് ഞങ്ങളുടെ ഉദ്ദേശത്തിനുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് അവിടെ ഉണ്ടുറങ്ങാൻ വേണ്ടി പോയതൊന്നുമല്ല. ഞങ്ങൾക്കൊക്കെ വീട് കുടുംബമൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ പറഞ്ഞത് ഈ സാത്താൻ കുർബാന, നിയമാനുസൃതമല്ലാത്ത കുർബാന ബസിലിക്ക പള്ളിയിൽ ചെല്ലരുതെന്ന് ഞങ്ങൾ പറഞ്ഞോളൂ. വേറെ എല്ലാം ഞങ്ങളെല്ലാം പറഞ്ഞു. ആ കുർബാന എപ്പോൾ നടത്തില്ല എന്ന് പറയണോ അപ്പം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അത് കോടതി പറഞ്ഞു ആ കുർബാന നടത്തില്ല എന്ന് പറഞ്ഞു. സാത്താൻ കുർബാന നടത്തില്ല, ഏകീകൃത കുർബാന നടത്തൂല. അപ്പം ഞങ്ങൾക്ക് പിന്നെ എന്താ പ്രശ്നം? അല്ലാണ്ട് ഞങ്ങളവിടെ സമരം തോറ്റു പോകുന്നതല്ലല്ലോ. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാത്തതിന് പകരം നിങ്ങൾ ഈ വല്ലതും പറയാല്ലേ അവിടെ, അതല്ലേ സത്യം. അവിടെ നിങ്ങളിപ്പോഴും എന്തൊക്കെയാണ് പറയണേ? നിങ്ങളുടെ കുറേ ആൾക്കാർ മാർപ്പാപ്പ എങ്ങോട്ട് തിരിഞ്ഞ കുർബാന അല്ലണേ, അതൊക്കെയല്ല ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത്. മാർപ്പാപ്പ വേറെ റീത്താന്നും ഈ പൗരസ്ത്യ സഭയിൽ വിവിധ റീത്തുകളുണ്ടെന്നും മാർപ്പാപ്പയ്ക്ക് ഈ
ഇവിടെ വരുമ്പോൾ മാത്രം ഏകീകൃത കുർബാന അല്ലെങ്കിൽ സീറോ മലബാർ പള്ളികളിൽ ചെല്ലുമ്പോൾ നമ്മുടെ റീത്തിൽ മാത്രം വരുമ്പോൾ മാത്രം ആ കുർബാന യേശുവിലേക്ക് സർവശക്തനായ പിതാവെ ഞങ്ങൾ വണങ്ങുമെന്ന് പറയുമ്പോൾ അങ്ങടേക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയൊക്കെ മാർപ്പാപ്പ ലത്തീൻ കുർബാന ഇല്ല. ഇതുപോലും പറഞ്ഞ് മനസ്സിലാക്കാൻ ഇത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഇപ്പോഴും ചില പിശാചുക്കൾ ഈ വിമതരെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് മാർപ്പാപ്പ എങ്ങടെ തിരിഞ്ഞല്ലേ? ഇപ്പോഴും അതുപോലത്തെ കുറേ വിഡിത്ത ചോദ്യങ്ങൾ ആളുകൾ വെറും മരമണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കാലേ ഷൈജു ആന്റണി സമയം ഫേസ്ബുക്കിൽ ഞങ്ങളുടെ ബഹുമാന്യനായ ജോയ് വക്കീലിനെ പോലും ആക്ഷേപിക്കുക. ഇവന് എന്ത് ക്വാളിറ്റിൻ്റെ സഭയുണ്ടല്ലേ ഇവൻ ജീവിക്കുന്നത്? എന്ത് പണിക്ക് പോയിട്ടുണ്ട്? ഈ പ്ലാവിലെ കച്ചവടം കൊണ്ടൊക്കെ ഈ കൊടാനുകൂടി എങ്ങനെ ഉണ്ടാക്കണം? പോട്ടെ അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നതാണ്. ആ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കടം തീർത്തു, 1.5 കോടി തീർത്തു ഒക്കെ ഭയങ്കര പ്രാവശ്യം. ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊന്നും ആവർത്തിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ നെഞ്ചത്ത് കയറണം. ഞങ്ങൾ ഈ നല്ലൊരു നോമ്പുകാലമായിട്ട് ഞങ്ങൾ ഒരു കുറ്റവും പറയാണ്ട് ഇങ്ങനെ മാറിപ്പോകുമ്പോൾ ഞങ്ങളുടെ പുറത്ത് പിന്നെയും ആക്ഷേപിച്ച് ഈ ഗീബൽസിയം തത്വം പറഞ്ഞുകൊണ്ട് വന്നാൽ ഞങ്ങൾ ഇങ്ങനെ മറുപടി വരാണ്ടിരിക്കും. അതേ ഇപ്പം എൻ്റെ തൊട്ടടുത്ത് ഒരു മൂക്കന്നൂർ പള്ളിയിലൊരു അച്ഛനുണ്ട്, നിഖിലച്ഛൻ. ഇപ്പം എവിടെയാ? നിഖിലച്ഛൻ വളരെ നല്ലവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നേതാവ് വന്നിട്ട് അവർ ഈ കൊറ്റമത്തുള്ള ഒരു തനിനാടൻ ജോസ് അമേരിക്കക്കാരൻ മുട്ടത്തലയൻ കള്ളുടിയൻ ഏസവും കള്ളുടിക്കുന്നതിൻ്റെയൊക്കെ പടോടും. പിന്നെ കാണാൻ പോണ 60 ആൾക്കാർ റബ്ബിനും കുറ്റം, ഇറാനും കുറ്റം, എല്ലാവർക്കും കുറ്റം, നരേന്ദ്രമോദിക്കും കുറ്റം, സർവത്ര ആൾക്കാർക്കും കുറ്റം പറയുന്നത് സർവകലാവല്ലഭൻ്റെല്ലോ തനിനാടൻ ജോസ്. ഞാൻ അറിയുന്നതാ ഒരു ഞാളിയൻ. പക്ഷെ അവൻ്റെ കുടുംബക്കാരവനെതിരാ ലേശം ചെറിയ കണക്ഷങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെന്ന കൊറ്റമത്തിൽ ചെന്ന് അതിനെ ഒരു മനുഷ്യനും കണ്ടുവിടാന്നേ. 5-6 ഭാര്യമാരുണ്ട്. ഒരു ഭാര്യ 1-ാം തരം വീട്, അമേരിക്കയിലെ വീട് ആ പെണ്ണ് അടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവൻ ഇപ്പം ന്യായീകരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്താ കാര്യം? നിങ്ങൾക്ക് ഈ പെണ്ണുടിയന്മാർ അച്ഛന്മാരെയൊക്കെ നേരെയാക്കേണ്ട ബാധ്യതയുണ്ട്. അതിവിമതർക്കുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളൊരു അച്ഛനും വേണ്ടിയല്ല സംസാരിക്കുന്നത്. ഞങ്ങൾ സഭയുടെ തീരുമാനം. ആ പെണ്ണുപിടിയെന്നെ രക്ഷിക്കേണ്ട ആവശ്യം എന്തിനാ ഈ 5-6 ദിവസമൊക്കെ ഒരു വീട്ടിൽ ചെന്ന് ഇനിയും കിടക്കാണ് 10-30 ദിവസമാണെങ്കിൽ വെള്ളിയാഴ്ച അയാളാ പോയ ദിവസം തൊട്ട് കണക്ക് കൂട്ടിയാൽ 30 ദിവസം കൂടി ഉണ്ട്. 30 ദിവസം മുമ്പ് പോകണം. വെള്ളിയാഴ്ചയുടെ കാര്യം പറയാൻ പോകണം. അവിടെ പോയി പറയാനായിട്ട് അത് രാത്രി ചെന്നിട്ട് ആ ഗുണഗുണാപ്പനായ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നല്ലാണ്ട് അവിടെ ആ കൊച്ചങ്ങൾക്ക് ഇത് ശല്യമായി. പല ദിവസമായി ഈ അച്ഛൻ വരുമ്പോഴേ അവർ വീഡിയോ പിടിച്ചു, ആളുകളെ അറിയിച്ചു. ഞങ്ങൾക്ക് അതിനകത്തൊരു ബന്ധവുമില്ല. അവിടുത്തെ വികാരിച്ചം കൊണ്ടുപോയി പാമ്പ്ലാനി ജയിപ്പിച്ചു. പാമ്പ്ലാനി എവിടെയോ കൊണ്ടുപോയി പൂഴ്ത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു പരാതിയില്ല. അത് ഞങ്ങളുടെ പുറത്ത് കയറുന്നതിനാ. ഞങ്ങളുടെ പുറത്ത് കയറല എൻ്റെ വിമതരെ. ഞങ്ങൾ വളരെ മാന്യമായിട്ട് സഭ തീരുമാനിച്ച് കുർബാന വേണം, നമുക്ക് നോമ്പ് നോക്കണം, നമുക്ക് ഇത്രയും നമ്മുടെയൊക്കെ ആവശ്യമുള്ളൂ. അത് കിട്ടിയാൽ നമുക്ക് ഈ സഭയുടെ കുർബാന കിട്ടി ഞങ്ങൾ ആ പണിയൊന്നും നിങ്ങൾ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് കുർബാന ചെല്ലിച്ചോന്ന് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങളെ അങ്ങോട്ട് തിരിഞ്ഞോ തല കുത്തിയോ എങ്ങനെയാണ് കുർബാന ചെല്ലിച്ചോ സഭ പറഞ്ഞാൽ അത് ഞങ്ങൾ കേൾക്കും. നമ്മളെല്ലാവരും യേശുവിലേക്ക്, കർത്താവിലേക്ക്, സർവ്വ മതവും അങ്ങനെയാണെന്നേ. എല്ലാവരും ഒരേ ദിശയിലേക്കാണ് പോകേണ്ടത്. അല്ലാണ്ട് അച്ഛൻ്റെ ഫ്രണ്ട് കണ്ട് ഭംഗിയുണ്ട്, ആ സൗന്ദര്യം കണ്ട് ഈ സൗന്ദര്യം കണ്ട് അച്ഛൻ്റെ സൗന്ദര്യം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടല്ല തിരിയേണ്ടത്. എല്ലാവരും യേശുവിലേക്ക്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു എന്നേ. നമ്മുടെ ഈ ഭാരത പൂജയും ഇന്ത്യൻ കുർബാന, പാകിസ്ഥാൻ കുർബാന, ഇതെന്താ ബെർലിൻ കുർബാന, ഇതെന്ത് എന്തൊരു വിരോധാഭാസമാണ്. ഒരു ഏകീകൃത യൂണിഫൈഡ് കുർബാന, യൂണിഫൈഡ് മാസ് കൊണ്ടുവന്ന എന്താ കുഴപ്പമെന്ന്. അത്രയും വിവരം തന്നെങ്കിലും ഈ അച്ഛന്മാർക്ക് ആ പള്ളിയിലെ ആളുകളോടൊന്ന് പറഞ്ഞാൽ പോരെ. അവർക്ക് ഈ വിഷ്കഞ്ഞിട്ട് മൾത്താരയിൽ നിന്ന് കൊടുക്കാനും കാളാനും നഗരി കാണിക്കാനും ഈ വക വേഷം കെട്ടല്ലാണ്ട് എന്ത് അച്ഛന്മാരായിരിക്കണേ. എന്നിട്ടിപ്പോൾ കുറേ ധ്യാനങ്ങൾ, വലിയ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ധ്യാനങ്ങൾ എല്ലാ പള്ളിയിലും. ഇവിടുത്തെ ഏറ്റവും വലിയ ധ്യാനഗുരു അറിയപ്പെടുന്ന മഞ്ഞളച്ഛനാണല്ലോ, ഗോൾഡ് അച്ഛനെ. അച്ഛൻ്റെ ധ്യാന പ്രസംഗം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അച്ഛൻ്റെ ഈ തൊട്ടടുത്ത് നമ്മളൊക്കെ അറിയാം എന്താ, മേലൂരുള്ള മഹാരാജകൊട്ടാര. അവിടെ ഒരു കുടുംബ യൂണിറ്റ് വയ്ക്കാനോ അവിടെ ഒരു അമ്പ് കയറ്റാനൊന്നും അച്ഛനെ കൊണ്ട് കഴിയില്ല. അച്ഛനാണുള്ള ലീഡർ. അങ്ങനെയുള്ള അച്ഛന്മാരെയൊന്നും ഒരു ധ്യാനം വിശ്വാസികൾക്ക് കേൾക്കേണ്ടതില്ല. കാശാളുകളുടെ നിന്ന് മേടിച്ചെടുക്കാൻ നിങ്ങളുടെ പോക്കറ്റുകളിൽ 500-ൻ്റെ നോട്ട് സ്വോത്ര കാഴ്ച ഇടുമ്പോൾ 500-ൻ്റെ നോട്ടുകൾ കിടന്ന് പടയ്ക്കേണ്ടത് 50-100 ഇടരുത്. 500-ൻ്റെ നോട്ടുകൾ സ്വോത്ര കാഴ്ചയിലേക്ക് പോകേണ്ടതെന്ന് പറയുന്ന കുറേ അച്ഛന്മാർ. അവരിൽ നിന്ന് ധ്യാനം കേൾക്കണ്ട. ഇനി ഈ എല്ലാവരും ധ്യാനിപ്പിക്കുന്ന മെത്രാന്മാരെ പോലും ധ്യാനിപ്പിക്കുന്ന ആ പാമ്പ്ലാനി പിതാവിൻ്റെ ചരിത്രവും ഇനിയിപ്പോൾ ഞങ്ങൾ പറയേണ്ടി വരുമോ? ധ്യാനിപ്പിക്കുന്ന ആളല്ലേ. ഒരുപാട് ചരിത്രങ്ങൾ നെഗറ്റീവ് ഉണ്ടെന്നേ. പല പാമ്പ്ലാനിയും ജയിലിൽ കിടപ്പുണ്ടെന്നേ.
അപ്പം ആ ഫാമിലിയിൽ നിന്ന് വന്നവർക്ക് ഇത്രയും ക്വാളിറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് ഈ ധ്യാനമൊന്നും ഇനി കേൾക്കണം. ഞങ്ങൾക്ക് സഭയുടെ അനുസരണം മാത്രം മതി. ആ അനുസരണയുടെ മക്കളാകാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ ഫലം പ്രാർത്ഥനയുടെ ഫലമാണ്. ബസിലിക്ക പള്ളിയിൽ ഞങ്ങളൊരു പൂ ആവശ്യപ്പെട്ടപ്പോൾ പൂന്തോട്ടം നന്നേക്ക കർത്താവ്. കോടതി ഞങ്ങൾ കോടതിയിൽ വേറൊരു കാര്യം പറഞ്ഞില്ല. പക്ഷേ ഇപ്പം എന്താ കോടതി തീരുമാനിച്ചേക്കണം, അതും ലളിതമായ ഭാഷയിലൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പാടില്ലേ. ഇപ്പോൾ ബസിലിക്ക പള്ളിയിലും കുർബാന പാടില്ല. അവിടെ പുറത്ത് നിങ്ങളൊരു സ്റ്റേജ് കെട്ടി ഒരു ടെമ്പററി അൾത്താരയൊക്കെ കെട്ടിയിട്ടൊരു കുർബാന ഇല്ലായിരുന്നല്ലോ, അതുപോലും ഇനി പറ്റില്ല. അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ നിത്യാരാധന കേന്ദ്രത്തിൽ പോലും കുർബാന കണ്ടുകൊണ്ടിരുന്ന ഈ വിമതര് നിയമാനുസൃതമല്ല പറയാം, അവിടേക്ക് കുർബാന കണ്ടു നിങ്ങൾ പോയി കണ്ടുവന്നിട്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളത് തടയാനും വരില്ലായിരുന്നു. ഇപ്പോൾ ദേ കോടതി അതും തടഞ്ഞേക്കാം. ഇത്രയും ചെറിയ കാര്യം പോലും നിങ്ങൾക്ക് മനസ്സിലാവാണ്ട് ഈ വിമതര് എന്തും പറഞ്ഞുകൊണ്ടാണ് നടക്കണേ. ഞങ്ങൾ തോറ്റു, ഞങ്ങൾക്ക് എന്ത് തോൽവിയുള്ളത്? ഞങ്ങൾക്കടെ വിജയം പ്രാർത്ഥനയുടെ വിജയമാണ്. ഞങ്ങൾ അനുദിനം വിജയിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മുടെ ആസ്ഥാന ദേവാലയത്തിൽ നിങ്ങളുടെ ചെകുത്താൻ കുർബാന അവിടെ നടത്തപ്പെടാത്തത്. ഞങ്ങൾക്ക് അത്ര ആഗ്രഹം ഉണ്ടായുള്ളൂ. അത് നടത്തില്ല, ഒരിക്കലും നടത്താൻ കഴിയില്ല. അത് കർത്താവ് നടത്തിക്കില്ല. പരിശുദ്ധ പിതാവും പരിശുദ്ധാത്മാവും ഒക്കെ ഞങ്ങളുടെ കൂടെയാണ്. ഓക്കെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിക്കട്ടെ. എല്ലാവരോടും മഹത്തായ ആഴ്ചയുടെ പുണ്യദിനങ്ങളിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നോമ്പും കാര്യങ്ങളൊക്കെ സംരക്ഷിച്ച് ഒരാളെ ഒരു കുറ്റം പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ യഥാർത്ഥ ക്രൈസ്തവ മക്കളായി ജീവിക്കാനുള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.